ശരി, മാറ്റത്തിന് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റത്തിന് മനസ്സുള്ളതായി നൽകുന്ന ഒരു സൂചന നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെയും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്ന് അത് ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോലും ഉണ്ടായ കാര്യങ്ങൾ ഒരു വാർത്താ സമ്മേളനത്തിൽ നേരത്തെ വന്ന വിമർശനമാണ്. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 100 പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്ന് അടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി എന്നൊരു തുറന്നു പറച്ചിൽ ആ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ച് പഴയ ശൈലിയിലേക്ക് തന്നെ അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കേന്ദ്ര കമ്മിറ്റി തുടങ്ങുമ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി വളരെ നേരത്തെ തന്നെ തുടങ്ങുന്നു എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കേന്ദ്ര കമ്മിറ്റി ചേരുന്നത്. ആ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ തരത്തിലുള്ള തെറ്റുതിരുത്തൽ ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരുന്ന സൂചന. പക്ഷേ അവിടേക്ക് എത്തിയ നേതാക്കൾ ഈ വിഴിഞ്ഞം വിഷയത്തിലടക്കം നടത്തിയ വ്യത്യസ്ത പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സഭയിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു MNC വരുമ്പോൾ അവിടെ ഒരു മോണോപ്പൊളി ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. അതിൽ അന്ന് അവിടെ മുഖ്യമന്ത്രി നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം തൃപ്തനാവുകയും ചെയ്തു. പിറ്റേന്ന് വാർത്താ സമ്മേളനത്തിലാണ് വേറെ രൂപത്തിൽ അതൊരു ഡീൽ എന്ന രൂപത്തിൽ അത് ഉന്നയിക്കുന്നത്. ഓഹരി കൈമാറി എന്ന രൂപത്തിലാണ് പാർട്ടി പത്രത്തിലടക്കം വാർത്ത വന്നത്. ഓഹരി കൈമാറ്റം നടന്നു എന്ന രൂപത്തിലാണ്. പക്ഷേ ഇതേ പ്രതിപക്ഷ നേതാവ് സെബിക്ക് അയച്ച കത്തിൽ ഓഹരി കൈമാറ്റത്തിലേക്ക് കടക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മറിച്ച് തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. സെബിയോട് പറയുമ്പോൾ അതിൽ ശരിയായ നിലപാടാണ് പറയുന്നത്. കൈമാറിയിട്ടില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി ചെയ്തിട്ടുള്ളതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു MNCയുടെ കാര്യത്തിലും പ്രശ്നമില്ല, ഓഹരി കൈമാറ്റത്തിലും പ്രശ്നമില്ല. ഓഹരി കൈമാറ്റം അവരുടെ ഷെയറാണ് കൈമാറിയത് എന്നുള്ള പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ഇത് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമായി പുറത്തു വരികയും ചെയ്തതാണ്. പക്ഷേ അത് പ്രശ്നമല്ല, അത് നേരത്തെ സർക്കാരിനെ അറിയിക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നിയമ നടപടിയിലേക്ക് കടക്കാത്തത് എന്തുകൊണ്ട്? വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അദാനിക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കാത്തത് എന്നാണ് പാർട്ടി സെക്രട്ടറി ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ CPMന് ഈ വിഷയത്തിലുള്ള എതിരഭിപ്രായം? ഈ ഓഹരി കൈമാറ്റത്തിലേക്ക് കടക്കുന്ന കാര്യത്തിൽ എന്താണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള എതിരഭിപ്രായം? ഈ ഭരണം മാറുന്നത് വരെയും ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞിരുന്ന പാർട്ടി ഈ കാര്യത്തിൽ പിന്നീട് വരുന്ന മാറ്റത്തെക്കുറിച്ച് അത് രാഷ്ട്രീയമായ ഒരു തന്ത്രം എന്നതിനപ്പുറം ജനം എന്ത് മനസ്സിലാക്കുന്നു എന്നാണല്ലോ പ്രധാനം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്ര വലിയ പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഇങ്ങനൊരു പരാജയത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ഇവിടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. നിങ്ങളെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. ആ വിമർശനത്തോടൊക്കെ എത്രത്തോളം പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും ധാർഷ്ട്യത്തോടുള്ള പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പാനന്തരം നോക്കൂ, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ പുത്തലത്ത് ദിനേശൻ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങളായി വിശദീകരിക്കുന്നത് അന്ന് മാധ്യമങ്ങളടക്കം പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട പാർട്ടി നടപടിയെടുക്കാഞ്ഞത്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതല്ലേ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്? അന്ന് എത്രത്തോളം പുച്ഛത്തോടും പരിഹാസത്തോടു കൂടിയാണ് നിങ്ങൾ അതിനെ കണ്ടിരുന്നത്. ഇനി ഈ നേതൃത്വത്തിനാണ് പിഴവ് പറ്റിയെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പിണറായി വിജയനും ഈ പറയുന്ന MV ഗോവിന്ദനുമാണല്ലോ. അവിടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ പിണറായി വിജയനെ ആദ്യത്തെ പ്രതികരണം എന്നുള്ളത് അദ്ദേഹം കാറിലേക്ക് കയറാൻ പോകുമ്പോൾ കാറ് ഒന്ന് വലിച്ച് നീക്കുന്നുണ്ട്. അദ്ദേഹം കാലകത്തേക്ക് വെച്ചിട്ടില്ല. അതിൽ രോഷം കൊള്ളുക സ്വാഭാവികമാണെന്ന് കരുതുകയാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്ക് പെട്ടെന്ന് ആ ദൃശ്യം കിട്ടാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതികരണം കിട്ടാൻ വേണ്ടി വാതിലങ്ങോട്ട് അദ്ദേഹത്തിന് കാല് കയറ്റുന്നതിന് മുമ്പ് തന്നെ അടയ്ക്കാനുള്ള ശ്രമം നടന്നു. അത് പിഴവ് തന്നെയാണ്. അതിനുശേഷം നടന്ന പ്രതികരണങ്ങളോ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പറയും. അദ്ദേഹമാണ് കേട്ടോ ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ തന്നെ ആകണമെന്നില്ല. നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടല്ലോ എന്ന ചോദ്യം ചോദിച്ചാണ് അദ്ദേഹത്തിൻ്റെ രോഷത്തിനിടയാക്കിയത്. അദ്ദേഹം പറയുകയാണ് ഈ വടിയുമായി വരേണ്ട എന്നാണ് പറയുന്നത്. നേരത്തെ ഈ കോൽ പ്രയോഗം നടത്തിയും അദ്ദേഹമാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടർമാരുടെ ആയുധം തന്നെയാണ് ഈ പറയുന്ന മൈക്ക്. അതിനെ കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ അപമാനിക്കൽ പല ഘട്ടങ്ങളായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം, ഈ വലിയ പരാജയത്തിന് ശേഷം അതേ പ്രയോഗം തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളപ്പോൾ പറയും. അപ്പോൾ പറയാനുള്ളപ്പോൾ മാത്രമേ പാടുള്ളൂ. ചോദ്യം പാടില്ല എന്ന് പറയുന്നത് പഴയ നേരത്തെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അതേ നിലപാടായി ഇതിനെ കാണണം.
ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയും. അദ്ദേഹം മുമ്പ് വയനാട്ടിലും വാർത്താ സമ്മേളനം നടത്തിയത് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഏതൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് എയർ ടൈം എത്രത്തോളം നൽകി എന്നതിൻ്റെ ഒരു കണക്കൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഓരോ ചാനലുകളും 0-0, ചില ചാനലുകൾ കൈരളി TV 52 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ വാർത്താ സമ്മേളനം പൂർണ്ണമായി ആ രൂപത്തിൽ കൊടുക്കാത്ത? മുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി ഇതാ മാധ്യമങ്ങളെ കാണുന്നു എന്ന രൂപത്തിൽ തന്നെ നേരത്തെ വാർത്ത കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ നേരത്തെ കാർഡ് ഇറക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടാകുമെന്ന്. അതെന്തുകൊണ്ടാണ്? അത് അപൂർവമായി നടക്കുന്ന കാര്യമായിരുന്നു. എപ്പോഴും വാർത്താ സമ്മേളനം നടത്താറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇനി ഈ വാർത്താ സമ്മേളനങ്ങൾ ശരിയായി പറയാനുള്ള മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണോ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. മണിക്കൂറുകൾ നീളുന്ന, ചോദ്യങ്ങളില്ലാത്ത, എഴുതി വായിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ വിരസത ഉണ്ടാക്കുന്നതാണ്. ആ രൂപത്തിൽ അത് പൂർണ്ണമായും കവർ ചെയ്യപ്പെടുമോ എന്ന് ചോദ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശൈലി മാറ്റം ഉണ്ടാകേണ്ടതുണ്ടെന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതൊക്കെ പോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് പരാജയം എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത് എന്നുള്ളതാണ്. വിഴിഞ്ഞ വിഷയം മാത്രമല്ലല്ലോ, പരാജയം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ പരാജയത്തിന് കാരണം ഈ നേതാക്കളുടെ ധാർഷ്ട്യമടക്കം, അതും അതിലപ്പുറം എടുത്ത തീരുമാനങ്ങളടക്കം നിരവധി വിഷയങ്ങളുണ്ട്. അതിലെന്ത് വിലയിരുത്തലാണ് നടത്തുന്നത് എന്ന് പൂർണ്ണമായും പുറത്തു പറയേണ്ടതില്ല. ഞങ്ങളിതാ ഇന്ന നേതാക്കളെ വിമർശിക്കുന്നു, അത് പാർട്ടിയുടെ ശൈലിയുമല്ല. ഇന്ന നേതാക്കളെ ആ രൂപത്തിൽ വിമർശിക്കുക, അതൊരു വലിയ രീതിയിലുള്ള വിമർശനമാകുമ്പോൾ ഒക്കെയാണ് അത് പുറത്തു വരാതെ. അതല്ലാതെ നടക്കുന്ന ചർച്ചകൾ ആ രൂപത്തിൽ തന്നെ പുറത്തു വരണമെന്നില്ല. പക്ഷേ എന്താണ് നടക്കുക എന്നൊരു സൂചന പുറത്തേക്ക് നൽകുമല്ലോ. അതായത് നേതാക്കളുടെ പ്രതികരണത്തിലുണ്ടാകുമല്ലോ, ഞങ്ങളൊരു മാറ്റത്തിന് തയ്യാറാണ്. അങ്ങനെ ഒരു സൂചന നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ചേരുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതികരിക്കണമെന്ന പാർട്ടി ജനറൽ സെക്രട്ടറി പുറത്തു പറയുന്നുണ്ട്. ഒരേ സ്വരത്തിൽ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് ഒരേ സ്വരത്തിൽ പ്രതികരിക്കേണ്ടത്, എടുക്കേണ്ട വിഷയങ്ങൾ എന്താണെന്ന പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തിൽ പിഴവ് പറ്റിയിരിക്കുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PS ആയിരുന്ന രതീഷ് കാളിയാടൻ പറഞ്ഞിരിക്കുകയാണ് PM ശ്രീയിൽ നിന്ന് അങ്ങനെ ഏകപക്ഷീയമായി പുറകോട്ട് പോകാൻ പറ്റില്ല എന്ന്. അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം അവിടെ മുറിഞ്ഞു പോവുകയാണല്ലോ. PM ശ്രീയിൽ തിരുത്തൽ നടത്തിയത് ഞങ്ങളാണ് എന്നാണ് CPI പറയുന്നത്. അന്നത്തെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു എതിരഭിപ്രായം എങ്ങനെയാണ് അവിടെ CPI ഉന്നയിച്ചതെന്ന്. അങ്ങനെ ആ വിഷയത്തിലും അവിടെ പിഴവ് പറ്റുന്നു. ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം ഒരുമിച്ച് ഉന്നയിക്കാൻ പറ്റുന്നു എന്നുള്ളതും, കാമ്പുള്ള വിഷയമാണോ ഉന്നയിക്കുന്നതും എന്നതും, ഉന്നയിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയും ഒക്കെ തന്നെ പ്രധാനമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയം എങ്ങനെ ഉന്നയിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാധു പറഞ്ഞ പോലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് മുഖ്യമന്ത്രിയെ കാണാൻ, അവരുടെ ആ സംഘടനയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പോയിക്കൂടെ? ഇപ്പോൾ എത്ര സംഘടനകൾ മുഖ്യമന്ത്രിയെ കാണുന്നു. അവരൊക്കെ തന്നെയും ഈ സംസ്ഥാനത്തെ ജനങ്ങളാണല്ലോ. അപ്പോൾ കാണാൻ പറ്റില്ല എന്നൊരു നിലപാടെടുക്കുമ്പോൾ അവർ വന്ന് പറയുന്ന കാര്യം എന്താ എന്ന കൂടി വിഷയമുണ്ട്. അത് ഒരു ഡീലായി അവതരിപ്പിക്കുമ്പോൾ അത് തിരിച്ചടിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും കണ്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് പറയുമ്പോൾ അത് നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ തിരിച്ച് കേന്ദ്രവുമായി ബന്ധപ്പെട്ടും അന്നത്തെ CPM നേതാക്കൾ നടത്തിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കേന്ദ്രത്തിൽ ചില മന്ത്രിമാരെ വീട്ടിൽ പോയി സന്ദർശിച്ച കാര്യം, ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. അത് പല ഘട്ടങ്ങളായി നിർമ്മലാ സീതാരാമനുമായുള്ള ചായ കുടിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ച, അമിത്ഷായെ വീട്ടിൽ പോയി കണ്ട കാര്യം, അത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നില്ല എന്നുകൊണ്ടാണ്. അതിൽ കൃത്യമായ മറുപടി അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് തിരിച്ചടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്നൊരു വിഷയം കൂടി ഉണ്ട്. ഇനി ഇതിൽ ഏകാഭിപ്രായം ഉണ്ടാക്കാൻ മുന്നണിയുടെ വിഷയമായി, പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അത് മുന്നണി കൂടിയാണല്ലോ, ആ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറ്റ് 1.5 മാസമായിരിക്കുന്നു. ഈ 1.5 മാസത്തിനിടയ്ക്ക് ഒരൊറ്റ തവണയാണ് LDF ചേർന്നത്. അത് തെരഞ്ഞെടുപ്പ് പരാജയം നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച യോഗമാണ്. തെരഞ്ഞെടുപ്പ് പരാജയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല LDF എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPI ഉന്നയിക്കുന്ന ഒരു വിഷയം പ്രതിപക്ഷ ഉപനേതാവ് നേതൃസ്ഥാനമാണല്ലോ. അത് ഒരു കീഴ്വഴക്കമല്ല, ഞങ്ങൾ തന്നെയാണ് നേരത്തെ ഇരുന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതൊന്നും കാലാകാലങ്ങളായിട്ടുള്ള ഒരു പതിവായിരുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. VSന്റെ കാലത്ത് മാത്രമാണ് അന്ന് കോടിയേരി ഉപനേതാവായി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് G. കാർത്തികേയൻ സ്പീക്കർ ആയപ്പോഴാണ് നിയമസഭയിൽ ഒരു ഓഫീസ് അനുവദിക്കുകയാണ് പ്രതിപക്ഷ ഉപനേതാവിന്. അപ്പോൾ അതൊരു സഹായകരമായി, അതായത് പ്രതിപക്ഷ നേതാവില്ലാത്തപ്പോൾ ആ ഒരു പദവി അല്ലെങ്കിൽ ആ റോൾ എടുക്കാൻ കഴിയുന്ന ഒരു നേതാവിന് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. പിന്നീട് UDF അധികാരത്തിൽ വന്നപ്പോൾ അത് തുടർന്നു. PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഉപനേതാവ്. ഒരു ഓഫീസ് ഉണ്ട് അവിടെ ആ നേതാവിന് ഇരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പദവി CPI ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം
ഈ തെരഞ്ഞെടുപ്പ് പരാജയമാണ്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം CPM ആണെന്നാണ് CPI പറയുന്നത്. CPIയുടെ കുറ്റമേ അല്ല എന്നാണ് CPI ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം 36 എന്ന അക്കത്തിലേക്ക് അത് ചുരുങ്ങുന്നു. അതിൽ തന്നെ CPIയെ സംബന്ധിച്ച് CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് പരാജയപ്പെട്ടത്. CPIക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എണ്ണം നോക്കുമ്പോൾ 8 പേരാണ് CPIയിൽ നിന്ന് എന്ന് പറയുമ്പോഴും 26 ഉള്ളൂ CPM എന്ന ചോദ്യം CPI ഉന്നയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളാണ് പരാജയത്തിന് കാരണം, നിങ്ങളുടെ കാരണം കൊണ്ട് പരാജയപ്പെടുമ്പോൾ ഞങ്ങളാണ് തിരുത്തൽ ശക്തിയായി നിന്നിട്ടുള്ളതെന്ന് CPI പറയുകയാണ്. എന്ത് PM ശ്രീയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ഉറച്ച നിലപാട് അന്ന് എടുത്തത് കൊണ്ടാണല്ലോ ഇന്ന് ഭരണപക്ഷത്തിനെ വിമർശിക്കാൻ പറ്റുന്നത് എന്ന കാര്യം CPI ഉന്നയിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ മറ്റ് വേറെ കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ എന്ന മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രശ്നം, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കൃത്യമായി അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള CPM-നകത്ത് തന്നെയുള്ള ആശങ്ക CPIയെ സംബന്ധിച്ചുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളിലുമുണ്ട് നന്നായി പെർഫോം ചെയ്ത നേതാവ്, മുൻ മന്ത്രിയായിരുന്ന K രാജനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ K രാജന് ഈ ഉപപദവി നൽകണമെന്ന് CPI ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് പറ്റില്ല. K രാജന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലാണ് അപമാനിക്കുന്ന രൂപത്തിൽ CPI അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം പിണറായി വിജയനിൽ നിന്നുണ്ടായി. അങ്ങനെ ഒരു കാര്യവുമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ചത്. അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് മുന്നണി യോഗത്തിലല്ലേ എന്ന് തിരിച്ച് ബിനോയ് വിശ്വൻ ചോദിക്കുകയാണ്. മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെയാണോ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുക? അത് CPM ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതാണോ? അങ്ങനെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു കാര്യം തീരുമാനിക്കേണ്ട എന്ന് CPI പറയുമ്പോൾ അവരുടെ എതിർപ്പ് കൃത്യമായി അത് രേഖപ്പെടുത്തുകയാണ്. ഈ പ്രതിപക്ഷ ഉപനേതൃപദവി എന്നുള്ള ആവശ്യം അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്മേലൊരു ചർച്ച ഇനിയിപ്പോൾ മറ്റന്നാൾ നടക്കാനിരിക്കുന്നു. ആ ചർച്ചയ്ക്ക് മുൻപ് പാർട്ടിയുടെ ഒരു പരിപാടിയിലാണെന്ന് ബിനോയ് വിശ്വം ആ കാര്യം ശക്തമായി ഉന്നയിച്ചിട്ടുള്ള, നേരത്തെയും ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോൾ LDF ചേരാൻ പറ്റുന്നില്ല, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ തുലോം ചെറുതായിരിക്കുന്ന അല്ലെങ്കിൽ നേർത്തുപോയിരിക്കുന്ന പ്രതിപക്ഷത്തിന് വിഷയങ്ങൾ നിരവധിയുണ്ട്. ആ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. അടുത്തതായി മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഉപയോഗിക്കുന്ന ഭാഷയും പ്രയോഗങ്ങൾ കൂടി പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ, ഭാഷ, അത് തുടരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ നുണ പറയുന്നു എന്നുള്ള പ്രയോഗം അതൊരു അപമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് കടകം മറിഞ്ഞു, നമ്മൾ പറയാറുണ്ടല്ലോ, നേതാക്കൾ കടകം മറിഞ്ഞു, നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മുടെ മുന്നിൽ ഫയലുകളുണ്ട്, പഴയ ബൈറ്റും ഈ ബൈറ്റുമായിട്ട് കൊടുക്കാം, അത്തരത്തിൽ ആ പ്രയോഗങ്ങൾ നടത്താം. മുഖ്യമന്ത്രി കടകം മറിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അതിനു പകരം നുണ പറയുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നുണയൻ എന്ന് വിളിച്ചുകൊണ്ടായിരുന്ന പ്രയോഗം ഇവിടെ ഇരുണ്ട കാലം എന്ന് പറയുന്നു, നുണയൻ എന്ന് വിളിക്കുന്നു. ആ പ്രയോഗങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന വിലയിരുത്തലേക്ക് എന്തുകൊണ്ടാണ് CPM-ന് എത്താൻ പറ്റാത്തത്? ഇപ്പോൾ വീണ്ടും ആ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പല കാര്യങ്ങൾ മുമ്പ് പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുന്നുണ്ട്. കടകം പറഞ്ഞു എന്ന് പറയാം, ആ പ്രയോഗങ്ങൾ കൊടുക്കാം. മുഖ്യമന്ത്രിയായാലും നേതാക്കളായാലും ഏത് നേതാവിനെയായാലും വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കടക്കാതെ ഭരണപക്ഷത്തെ വിമർശിക്കാൻ കഴിയും പ്രതിപക്ഷത്തിന്. അങ്ങനെയുള്ള കാലം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് വ്യക്തിയാധിക്ഷേപത്തിലേക്ക് കടക്കുന്ന ഒരു രീതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിൽ നമ്മൾ സർവത്ര കണ്ടതാണ്. അതാണ് സോഷ്യൽ മീഡിയയിൽ എമ്പാടും നിന്നിരുന്നത്. അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്ന ബോധ്യമുണ്ടെങ്കിൽ, തിരുത്തലുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രയോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ്. ഈ നുണപ്രയോഗം ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി RSS-മായി ബന്ധമെന്ന് പറയുമ്പോൾ, ഹിന്ദു ഐക്യവേദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും തിരിച്ച് അദ്ദേഹത്തെയും പിണറായി വിജയനെയും കണ്ടിട്ടുണ്ട് എന്നുള്ള വാദം തിരിച്ചുള്ള ആരോപണമായി ഉയരുകയാണ്. ഇനിയിപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് RV ബാബുവിന് വിശ്വാസമാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ വിശ്വാസമല്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസും ഈ പറയുന്ന BJP കേന്ദ്ര നേതൃത്വവുമായി പല വിഷയങ്ങളിലും ഇടനില നിന്നു എന്നുള്ള വിമർശനം അദ്ദേഹവും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല പ്രയോഗങ്ങളും പല ആരോപണങ്ങളും തിരിച്ചടിക്കുന്ന ഒരു വിഷയമുണ്ട്. അതൊക്കെ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് സർക്കാരിനെതിരായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനകീയ സമരങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഒരു വിഷയം കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്തത് ഈ ആലപ്പുഴയിൽ G സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. G സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ശേഷം UDF പിന്തുണയോടെ ജയിച്ച നേതാവാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം. ഒരു MLA അവിടെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നിങ്ങൾ പാർട്ടിയെ വഞ്ചിച്ചവനാണ് എന്ന രൂപത്തിൽ ഒരു പാർട്ടി പ്രവർത്തകൻ അവിടെ ഉന്നയിക്കുന്ന പ്രയോഗങ്ങളും ഒരു മുതിർന്ന നേതാവിനോട് സംസാരിക്കേണ്ട ശൈലിയായിരുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. G സുധാകരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന്
ഒരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഈ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുന്ന പൊതിച്ചോറ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണം മോശമായി പോയി തന്നെ എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അഴിമതിക്കാരനാണ് എന്നാണ്. 2021 തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ എന്തൊരു മോശം പ്രതികരണമാണെന്നുള്ളതാണ്. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചു എന്നാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉന്നയിക്കാമായിരുന്നല്ലോ. എന്താണ് ഉന്നയിക്കാതിരുന്നത്? ഇപ്പോൾ അദ്ദേഹം MLA ആയപ്പോൾ ഉന്നയിക്കുന്ന ഇത്തരം വളരെ വില കുറഞ്ഞ ആരോപണങ്ങൾ. ഒന്നാമത്തെ കാര്യം, ജി സുധാകരനെ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ളത് അഴിമതി വിരുദ്ധനായ അല്ലെങ്കിൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരു നേതാവിനെ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുക. മനസ്സിലാക്കേണ്ടത് അവിടെ ജയിച്ചത് ജി സുധാകരനാണ്, തോറ്റത് ഇത്തരം പ്രയോഗങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശനും ബാധകമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവസാന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല പദപ്രയോഗങ്ങളും ഗംഭീരമായിരുന്നു. ഒരു പ്രശ്നം തുറമുഖവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. സുനിൽ ഒരു മിനിറ്റ്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയം നമ്മൾ ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ എല്ലാവരും അങ്ങനെയാണല്ലോ എന്നൊരു സാമാന്യവൽക്കരിക്കൽ പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാമാന്യവൽക്കരിക്കലൂടെ ആ പ്രശ്നത്തിലേക്ക് ഊന്നപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ അവരും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വിഷയം ഒറ്റ മിനിറ്റ് സുനിൽ, ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ സിപിഎമ്മിന്റെ തിരുത്തലാണ് വിഷയം. രാഷ്ട്രീയമാണ് പറയുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ ശൈലിയിലുണ്ടായിട്ടുള്ള മൂല്യച്യുതി അത് പരിഹരിക്കാൻ നമ്മൾ ഈ ഓരോ ആളുകൾ നടത്തുന്ന പ്രയോഗങ്ങളെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ അപ്പുറത്തോണ്ട് പ്രശ്നം. സുനിൽ ഒരു മിനിറ്റ്, അപ്പുറത്ത് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇവിടെ ആര് പറഞ്ഞോ? അപ്പുറത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉന്നയിക്കൂ എന്നല്ലേ ഞാൻ പറഞ്ഞു. അങ്ങ് കേൾക്കാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളുണ്ട്, നിങ്ങൾക്കത് ഉന്നയിക്കാം. ഭരണപക്ഷത്തെ വിമർശിക്കാനും തിരുത്താനും തന്നെയാണ് പ്രതിപക്ഷമുള്ളതെന്നേ. അത് വ്യക്തിയാധിക്ഷേപത്തിലേക്കും നുണയനെന്ന പ്രയോഗങ്ങളിലേക്കും പോകരുതെന്നാണ് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നത്. അതല്ല അതിന്റെ ശൈലി, അതല്ല അതിന്റെ രീതി എന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിനെതിരെ വിഷയമില്ല എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? മുഖ്യമന്ത്രി എല്ലാ കാലത്തും ശരിയായ പ്രയോഗങ്ങളാണ് നടത്തുന്നത് ഞാൻ പറഞ്ഞോ? നമ്മുടെ വിഷയം ഇപ്പോൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അത് പറയേണ്ടതുണ്ട്. ഇനി പിണറായി വിജയന്റെ ശൈലി അതൊരു ശരിയായ ശൈലിയല്ല എന്ന പാർട്ടിക്കകത്തു നിന്നും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തകർ വിമർശിച്ചിട്ടുള്ളതാണ്. ആ വിമർശനം സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന വിമർശനം കൂടി കേന്ദ്ര കമ്മിറ്റി നടത്തുന്നുണ്ട്. എന്തിനാണ് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് 3 നിരീക്ഷകർ ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തത്? ഇവിടെ കാര്യങ്ങൾ ശരിയായി പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി പ്രധാനമാണെന്ന് ഞാൻ കരുതുകയാണ്. തിരുത്തലുകൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഈ തലകളൊന്നും ഉരുളില്ലായിരിക്കാം. പക്ഷേ ഒരു രണ്ടാമത്തെ ചേരിയിൽ നിന്നും ഒരു നേതാവിനെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എത്തിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായേക്കും എന്ന് ഞാൻ കരുതുകയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തിരുത്തേണ്ടതുണ്ട്. ഈ പാർട്ടി നന്നായി തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഈ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇല്ലാതായതുപോലെ കേരളത്തിൽ CPM ഇല്ലാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാനും. CPM വേണം, CPM ഇവിടെ വേണ്ടതുണ്ട്. BJP വളരാതിരിക്കാൻ CPM ഇവിടെ ശക്തമായി നിൽക്കേണ്ടതുണ്ട്. ഇവിടെ മാറി മാറി ഭരിക്കുന്ന രീതി തന്നെയാണ് ഇവിടെ അഭികാമ്യമായിട്ടുള്ളത്. ഇതോടെ തുടർ ഭരണത്തിന്റെ അനന്തരഫലം കൂടിയാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അപ്പോൾ തിരുത്തലിലേക്ക് കടക്കട്ടെ. പക്ഷേ നിലവിൽ പുറത്തുള്ള പ്രതികരണങ്ങൾ അത്തരം പ്രതീക്ഷ നൽകുന്നില്ല എന്ന് ഞാൻ വളരെ നിരാശയോടുകൂടിയാണ്. Meet the editors.